ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് പൈറജൻ ടെസ്റ്റിംഗ് ആണ്. പൈറജൻ ടെസ്റ്റിങ്ങിൻ്റെ നോട്ട് ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാം. ഈ PPT-യിൽ പൈറജൻ ടെസ്റ്റ് ഇല്ല, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്. നമ്മൾ എന്തിനാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്? നോർമലി നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ പഠിച്ചു അല്ലേ. അത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ എന്താണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിനുള്ള വ്യത്യാസം? സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മെഡിസിനൽ പ്രോഡക്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് പിന്നെ ഡയറക്റ്റ് പേഷ്യൻസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. മാർക്കറ്റിംഗ് ചെയ്ത് ഡയറക്റ്റ് പേഷ്യൻസിലേക്ക് എത്തുകയാണ്. നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡയറക്റ്റ് അത് നമ്മൾ കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡിസീസ് കോസിങ് പാത്തജൻസ് ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി കൺഫേം ചെയ്യുകയാണ് ബിഫോർ അത് സെല്ല് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ. അതിൽ ബൾക്കായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് കുറച്ചെടുത്ത് നമ്മൾ മൈക്രോബ്സിൻ്റെ ടെസ്റ്റിന് ചെയ്യുകയാണ്, അതിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ. അതാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് പുറത്തുനിന്ന് എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ആ മെഡിസിനൽ പ്രോഡക്ട്സിൽ ഉണ്ടോ എന്നുള്ളത് കൺഫർമേഷൻ ചെയ്യലാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിൽ നടക്കുന്നത്. Okay, normally injections, implants, syringes, ophthalmic preparations, ointments and creams, bandages, surgical dressings and other devices, needles, അങ്ങനെ parenteral preparations, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്റ്റ് നമ്മൾ ബ്ലഡിലേക്ക് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്ന കൈൻഡ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മൾ മെയിനായിട്ടും സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ഓറലി എടുക്കുന്ന പ്രിപ്പറേഷൻസ് ആണെങ്കിൽ കുറേയൊക്കെ നമ്മളുടെ വയറ്റിൽ വെച്ച് ഡൈജഷൻ നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതൊക്കെ ഡിസ്ട്രോയ് ആവുക അല്ലെങ്കിൽ കില്ല് ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ ഡയറക്റ്റ് ടു സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിലേക്ക് എത്തുന്ന പ്രോഡക്ട്സിനൊന്നും നമുക്കതിന് യാതൊരു വക പ്രിവെൻഷനും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഒക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അത് സെല്ല് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും ഒക്കെ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഇത്തരം പ്രോഡക്ട്സിലാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ മൈക്രോ ഓർഗാനിസംസ് നന്നായി ഗ്രോ ചെയ്യും. ഓക്കെ, അത് ഗ്രോ ചെയ്താൽ നമുക്കത് വിസിബിൾ ആവുന്നത് ആ മീഡിയത്തിൻ്റെ ടർബിഡിറ്റി നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൻ്റെ ഗ്രോത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്, ലൈക്ക് പാരൻട്രൽ, ഒഫ്താൽമിക്, സർജിക്കൽ ഡ്രസ്സിങ്, ബൾക്ക് സോളിഡ്സ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, സ്റ്റെറിലിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അത് പ്രകാരം നമ്മളുടെ IP-യിലൊക്കെ നമ്മൾക്ക് അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത്ര നമ്പേഴ്സ് റാൻഡമായിട്ട് എടുത്തിട്ട് അതിന് മാത്രം നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിൻ്റെ റിസൾട്ട് വെച്ച് ബാക്കിയുള്ള ഐറ്റംസിൻ്റെയും കൂടെ നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പാരന്റൽ പ്രിപ്പറേഷൻസ് ആണെങ്കിൽ 100 കണ്ടെയ്നേഴ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന്നൊരു 4 എണ്ണമെങ്കിലും മിനിമം എടുത്ത് നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ 500 കൂടുതലുണ്ടെങ്കിൽ 20 കണ്ടെയ്നേഴ്സ് എടുക്കണം. അതുപോലെ 100 to 500 ആണെങ്കിൽ ഒരു മിനിമം 10 കണ്ടെയ്നേഴ്സ് എടുക്കണം. അങ്ങനെ ഓരോ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസിനും അതിൻ്റെ മിനിമം നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് ടു ബി ടെസ്റ്റഡ് അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 1-2 എക്സാമ്പിൾസ് എങ്കിലും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന കൾച്ചർ മീഡിയാസ് ആണ്. 3 ടൈപ്പ് ഓഫ് മീഡിയാസ് ആണ് ഉപയോഗിക്കുന്നത്: ഫ്ലൂയിഡ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം, ഓൾട്ടർനേറ്റീവ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം, സോയാബീൻ കസീൻ ഡൈജസ്റ്റീവ് മീഡിയം. ഇതാണ് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ. ഇനി ഓരോന്നിൻ്റെയും ഇൻഗ്രീഡിയൻസ് ആണ്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഓരോ ഇൻഗ്രീഡിയൻറ്റും എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റെയും ന്യൂട്രിറ്റീവ് വാല്യൂ എന്താണെന്നുള്ളതാണ് പർപ്പസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചിരിക്കണം.
ഓൾട്ടർനേറ്റീവ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം ഫ്ലൂയിഡ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം ഏകദേശം സിമിലർ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഓൾട്ടർനേറ്റീവിൽ ഇറ്റ് കണ്ടെയ്ൻസ് നോ അഗാർ ആൻഡ് ഇൻഡിക്കേറ്റർ ആണ്. ബാക്കിയെല്ലാം സിമിലർ ആണ്. സോയാബീൻ കസിന് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് ഫങ്ഷൻസ് ആണ്, അതും പഠിക്കണം. സ്യൂട്ടബിലിറ്റി ഓഫ് മീഡിയ. ഇനി വൺസ് നമ്മൾ ഒരു നമ്മളുടെ സാമ്പിൾ ടു ബി ടെസ്റ്റഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരൻട്രൽ ആണോ ഓഫ്താൽമിക് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൾക്ക് സോളിഡ്സ് ആണോ എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മീഡിയയും കൂടെ നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യും. ഇനി ഈ മീഡിയ സ്റ്റെറിലിറ്റി ടെസ്റ്റ് അണ്ടർഗോ ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ പ്രയോർ ടു ദ ടെസ്റ്റ് ചെക്ക് ചെയ്യണം. അത് രണ്ട് പർപ്പസിന് വേണ്ടിയാണ്. ഒന്നാമത് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയയിൽ യാതൊരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള മീഡിയ ആണ്, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള മീഡിയ ആണെന്നുള്ളതും കൺഫേം ചെയ്യണം. അതാണ് നമ്മൾ സ്യൂട്ടബിലിറ്റി ഓഫ് മീഡിയയിൽ ചെയ്യുന്നത്. അത് രണ്ട് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, സ്റ്റെറിലിറ്റി ഓഫ് മീഡിയയും അതുപോലെ ഗ്രോത്ത് പ്രൊമോഷൻ ടെസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് മെത്തേഡും എന്താണെന്നുള്ളത് പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ ഇതിന് ഗ്രോത്ത് പ്രൊമോഷൻ ടെസ്റ്റിന് ചില മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ടാണ് ഗ്രോത്ത് പ്രൊമോഷൻ ടെസ്റ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരുകളാണ്. നെക്സ്റ്റ് മെത്തേഡ്സ് ഫോർ സ്റ്റെറിലിറ്റി ടെസ്റ്റ്. വൺസ് നമ്മൾ സ്യൂട്ടബിലിറ്റി ഓഫ് മീഡിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ടെസ്റ്റിലേക്ക് കിടക്കുകയാണ്. രണ്ട് തരത്തിൽ നമുക്ക് സ്റ്റെറിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ഒന്ന് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡും രണ്ടാമത് ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡും. ഇവിടെ സ്ലൈഡ്സിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഡയറക്റ്റ് ഫിൽട്രേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ് ഫിൽട്രേഷൻ, ഇറ്റ് ഈസ് ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ്. ഓക്കെ, മെംബ്രെയിൻ ഫിൽറ്ററിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ സാമ്പിള് നമ്മൾ ആദ്യം ഒരു മെംബ്രെയിൻ കൂടെ സെല്ലുലോസ് അസറ്റേറ്റ് എസ്റ്റർ ഫിൽറ്ററിൽ കൂടെ നമ്മൾ അത് ഫിൽട്ടർ ചെയ്യുന്നു. ഓക്കെ, ഫിൽട്രേറ്റിന് നമ്മൾ അവിടെ വാക്വം വെച്ചിട്ട് നമ്മളത് വേഗം ഫിൽട്ടർ ചെയ്യുന്നു, മാറ്റുന്നു. ദെൻ ആ മെംബ്രെയിൻ ഫിൽറ്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അത് ഒരു കൾച്ചർ മീഡിയത്തിലേക്ക്, ആ മെംബ്രെയിൻ നമ്മൾ ഒരു കൾച്ചർ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറമെ കോളനീസ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ് ഇനോക്കുലേഷനിലാണെങ്കിൽ നമ്മൾ മെംബ്രെയിനിൽ കൂടെ ഒന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല. നമ്മുടെ സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് മീഡിയയിലേക്ക്, ATM ആണോ FDM ആണോ SDM ആണോ ഏതാണോ നമ്മൾ മീഡിയ യൂസ് ചെയ്യുന്നത് ആ മീഡിയയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനോക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനോക്കുലേറ്റ് ചെയ്ത ശേഷം നമ്മളതിനെ കൾച്ചർ ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ അതിൻ്റെ ടർബിഡിറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഓയിൽസിന്, അതുപോലെ ഓയിൻമെൻറ്റ്സിന്, നോൺ ബാക്ടീരിയോസ്റ്റാറ്റിക് സോളിഡ്സിന്, സോല്യൂബിൾ ആയിട്ടുള്ള പൗഡേഴ്സ്, പിന്നെ 100 ml കുറവുള്ള ലിക്വിഡ് പ്രിപ്പറേഷൻസിന്, അങ്ങനെയൊക്കെയാണ് നമ്മൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ നല്ല സ്കില്ല്, സ്പെഷ്യൽ നോളജ് ഒക്കെ ആവശ്യമാണ് ഈ മെത്തേഡ്സ് ചെയ്യാൻ. പോസിറ്റീവ് നെഗറ്റീവ് കൺട്രോൾസ് നമ്മളിതിൽ കീപ്പ് ചെയ്യാറുണ്ട്. അതായത് വൺസ് നമുക്ക് ടെസ്റ്റ് പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് കൺട്രോൾസും, നെഗറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് കൺട്രോൾസ് നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റിസർവോയർ ആണ്. അതിൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. പോറോസിറ്റി 0.45 മൈക്രോമീറ്റർ ആണ്. എങ്കിൽ മാത്രമേ അതിനേക്കാളും വലിയ മൈക്രോ ഓർഗാനിസംസ് അതിൽ ക്ലോഗ്ഡ് ആവുള്ളൂ. ഡയമീറ്റർ 50 mm ആണ്. അതുപോലെ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിൽറ്ററിൻ്റെ റേറ്റ് 55 to 75 ml ആണ്. അക്വസ് ഓയിലി വീക്ക്ലി ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ആണെങ്കിൽ സെല്ലുലോസ് നൈട്രേറ്റ് ഫിൽറ്ററും, സ്ട്രോങ്ലി ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ആണെങ്കിൽ സെല്ലുലോസ് അസറ്റേറ്റ് ഫിൽറ്ററുമാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. കംപ്ലീറ്റ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത് അസെപ്റ്റിക് കണ്ടീഷനിലായിരിക്കണം, അതായത് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ. ഇനി ഡൈല്യൂഷൻ ഫ്ലൂയിഡ്സ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സാമ്പിൾസ് വന്ന് ലിക്വിഡ് പ്രിപ്പറേഷൻസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇഞ്ചെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സോല്യൂബിൾ ആയിട്ടുള്ള പൗഡേഴ്സ് ആണെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനെ സ്റ്റീറൈൽ ആയിട്ടുള്ള വാട്ടറിലോ അല്ലെങ്കിൽ ലിക്വിഡ് പ്രിപ്പറേഷൻസ് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, മെംബ്രെയിൻ ഫിൽറ്റർ കൂടെ ഫിൽറ്റർ ചെയ്തെടുക്കാം. സപ്പോസ് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, സാമ്പിൾസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മളൊരു ഫ്ലൂയിഡിൽ അതിനെ വന്ന് ഡിസോൾവ് ചെയ്തിട്ട് ആ ഫ്ലൂയിഡിനെ വേണം നമ്മൾ മെംബ്രെയിൻ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയല്യൂഷൻ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നത്. ചിലതിന് ഫ്ലൂയിഡ് എ ഉണ്ട്, ഫ്ലൂയിഡ് ബി ഉണ്ട്. അതായത് ടെസ്റ്റ് സാമ്പിൾസിൽ ലെസിത്തിനോ ഓയിലോ ഒക്കെ കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലൂയിഡ് എയുടെ കൂടെ ഒരു ലിറ്റർ ഓഫ് 1 ml ഓഫ് പോളി സോബേറ്റ് 18 കൂടി ആഡ് ചെയ്തിട്ട് അതിനെ ഫ്ലൂയിഡ് ബി ആക്കി മാറ്റിയിട്ടുള്ള ആ ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഫ്ലൂയിഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സപ്പോസ് നമുക്കൊരു ഡിവൈസാണ്, ലൈക്ക് സിറിഞ്ചസ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് അതുപോലത്തെ ഒരു ഡിവൈസാണ് നമുക്ക് സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡിൽ നമ്മളുടെ ഡിവൈസ് വാഷ് ചെയ്തെടുത്തിട്ട് ആ വാഷ് ഔട്ട് ചെയ്ത ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ പിന്നീട് മെംബ്രെയിൻ ഫിൽറ്ററിൽ കൂടെ ഫിൽറ്റർ ചെയ്തെടുത്ത് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഡയറക്റ്റ് ഇനോക്കുലേഷൻ ആണെങ്കിൽ ആ ഫ്ലൂയിഡ് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ മീഡിയയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്, ഫിൽറ്റർ ഒന്നും ചെയ്യാതെ. ഇനി മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് വരുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനി ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത മാത്രം, നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യും. ഇനി എക്യുപ്മെൻറ്റ്സോ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് ഫ്ലൂയിഡ് എയിലോ അല്ലെങ്കിൽ ബിയിലോ നമ്മൾ വാഷ് ചെയ്ത് ആ ഫ്ലൂയിഡാണ് നമ്മളെടുത്ത് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജനറൽ മെത്തേഡ്സ് ആണ്. ലിക്വിഡ്സ് ആണെങ്കിൽ എത്ര സാമ്പിൾസ് മിനിമം ടെസ്റ്റ് ചെയ്യണം എന്നതാണ്. അതുപോലെ സോളിഡ്സിനും ഡിവൈസസിനും പാരൻട്രൽ പ്രിപ്പറേഷൻസിനും ആൻറ്റിബയോട്ടിക്സിനും ഒഫ്താൽമിക് ആൻഡ് നോൺ ഇൻജെക്റ്റബിൾ പ്രിപ്പറേഷൻസ് ബൾക്ക് സോളിഡ്സിന് എല്ലാത്തിനും ഇത്ര എമൗണ്ട് ഓഫ് മിനിമം ഐറ്റംസ് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ട് ഒരു ബാച്ചിന്. അപ്പോൾ അതിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റെറിലിറ്റി അഷുറൻസ്, നമ്മൾ വൺസ് നമ്മളിത് സ്റ്റെറിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ 100% സ്റ്റെറൈൽ ആണെന്നാണ് അതിൻ്റെ അഷുറൻസ്. നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലിറ്റി അഷുറൻസ് ലെവൽ പറയും, എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ്, സ്റ്റെറിലിറ്റി അഷുറൻസ് ലെവൽ നമ്മൾ പറയും. ഫൈനലി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിൽ വരാം. നമ്മൾ ഓരോ സാമ്പിളും സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്ത ശേഷം അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് മെത്തേഡ്, നിങ്ങൾക്ക് തന്ന നോട്ടിൻ്റെ PDF-ൽ മെത്തേഡ് എയിലും മെത്തേഡ് ബി, അതായത് ഡയറക്റ്റ് ഇനോക്കുലേഷനിലും മെംബ്രെയിൻ ഫിൽട്രേഷനിലും ഓരോ പ്രിപ്പറേഷനും ഇങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഫോർ അക്വസ് സൊല്യൂഷൻസ്, ഫോർ ലിക്വിഡ്സ് മിസിബിൾ വിത്ത് അക്വസ് വെഹിക്കിൾസ് ആൻഡ് സസ്പെൻഷൻസ്, ഫോർ ഓയിൽസ്, for ointments, for soluble solids, for solids for injections, for antibiotic solids, അങ്ങനെ ABCDEFGH അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പ്രിപ്പറേഷൻസിനും ഓരോ രീതിയിലാണ് ആ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ച് നമ്മൾ ആ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒരു 14 days ഒക്കെ, നോട്ട് ലെസ് ദാൻ 14 days നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കും. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മൾ നമ്മുടെ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഇഫ് ഗ്രോത്ത് ഈസ് നോട്ട് ഒബ്സർവ്ഡ്, ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടെസ്റ്റ് പാസ്സായി എന്നുള്ളതാണ്. നമ്മുടെ ഐറ്റം, നമ്മുടെ സാമ്പിൾ വന്നിട്ട് സ്റ്റെറൈലാണ്. ഗ്രോത്ത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ആ സെയിം കണ്ടെയ്നേഴ്സിലുള്ള ഐറ്റം എടുത്തിട്ട് നമ്മൾ റീടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒറിജിനൽ ടെസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതേ പ്രൊസീജിയറിൽ നമ്മൾ റീടെസ്റ്റ് ചെയ്യും. ഓക്കെ, എഗെയിൻ അതിൽ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മൈക്രോ ഓർഗാനിസത്തിനെ ഐസൊലേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. ഓക്കെ, ഇനി അത് റെഡ്ലി ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡ് റീടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. സെക്കൻഡ് റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇനീഷ്യലി എടുത്ത സാമ്പിളിൻ്റെ ഡബിൾ സാമ്പിൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക, സെക്കൻഡ് റീടെസ്റ്റ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് റീടെസ്റ്റിൽ ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ടെസ്റ്റ് ഫെയിലായി. ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെയും ടെസ്റ്റ് പാസ്സാവുന്നു. ഓക്കെ, 2 പോസിബിലിറ്റി ആണുള്ളത് ടെസ്റ്റ് പാസ്സാവും. ഒന്ന് ഇനീഷ്യലി ഗ്രോത്ത് ഇല്ലെങ്കിൽ അത് പാസ്സാവും, പിന്നെ സെക്കൻഡ് റീടെസ്റ്റിന് ശേഷവും ഗ്രോത്ത് ഇല്ലെങ്കിലും ടെസ്റ്റ് പാസ്സാവും. ഓക്കെ, 2 പ്രാവശ്യം ചെയ്യുമ്പോഴും ഗ്രോത്ത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റെറിലിറ്റി ടെസ്റ്റ് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് എ ആൻഡ് മെത്തേഡ് ബി നിങ്ങളുടെ PDF നോട്ട്സിൽ പറഞ്ഞ പോലെ ഓരോ പ്രിപ്പറേഷൻസിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഓരോ പ്രിപ്പറേഷൻസിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. ദെൻ ഇൻ്റർപ്രിട്ടേഷനും
വൃത്തിയായിട്ട് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ അത് പഠിക്കണം.